सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। आज हम 7वीं कक्षा की 5वीं इकाई पढ़ेगा। इकाई का नाम है आसमान के लिए। आसमान के लिए एक जीवनी का अंश है। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് ആസ്മാൻ കെ ലിയെ എന്നാണ്. ഇതൊരു ജീവനിയുടെ അംശമാണ്. ജീവനി എന്താണ്, അതിനെപ്പറ്റി ആദ്യം നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ ആത്മകഥ മറ്റൊരു വ്യക്തി എഴുതുകയാണെങ്കിൽ അതിനെയാണ് ജീവനി എന്ന് പറയുന്നത്. एक व्यक्ति की आत्मकथा दूसरे व्यक्ति लिखे तो उसे जीवनी कहते हैं. മനസ്സിലായ കൂട്ടുകാർ? ജീവനി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മകഥ മറ്റൊരു വ്യക്തി എഴുതുകയാണെങ്കിൽ അതിനെ ജീവനി എന്ന് പറയുന്നു. അപ്പോൾ ആസ്മാൻ കെ ലിയെ എന്ന പാഠഭാഗം ഒരു ജീവനിയുടെ അംശമാണ്. അപ്പോൾ ജീവനി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എന്താണ് ആത്മകഥ? एक व्यक्ति की जीवन कथा वो व्यक्ति स्वयं लिखे तो उसे आत्मकथा कहते हैं. एक व्यक्ति की जीवन कथा स्वयं उस व्यक्ति लिखे तो उसे आत्मकथा कहते हैं. ഒരു വ്യക്തിയുടെ ജീവിതകഥ ആ വ്യക്തി സ്വയം എഴുതുകയാണെങ്കിൽ അതിനെ ആത്മകഥ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജീവനിയും ആത്മകഥയും മനസ്സിലായി കാണും. ജീവനി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മകഥ മറ്റൊരു വ്യക്തി എഴുതുകയാണെങ്കിൽ അതിനെ ജീവനി എന്ന് പറയും. एक व्यक्ति की जीवन कथा दूसरे व्यक्ति लिखे तो उसे जीवनी कहते हैं. आत्मकथा माने एक व्यक्ति की जीवन कथा वो व्यक्ति स्वयं लिखे तो उसे ആത്മകഥ कहते हैं. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി കാണും അല്ലേ ആത്മകഥയും ജീവനിയും എന്താണെന്ന്. ഇനി നമുക്ക് ആ യൂണിറ്റിലോട്ട് കടക്കാം. യൂണിറ്റിൻ്റെ പേര് ആസ്മാൻ കെ ലിയെ. ആസ്മാൻ കെ ലിയെ. ആസ്മാൻ ആകാശം, ആകാശത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം ആകാശത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ആകാശത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയുടെ ജീവനിയാണ്, ജീവനിയുടെ അംശമാണ് നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്നത്. ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരു പക്ഷേ പരിചയം ഉണ്ടായിരിക്കും. ആ വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല. ആദ്യമായിട്ട് അന്തരീക്ഷ യാത്ര നടത്തിയ ഒരു വനിതയാണ് അവർ. അവരുടെ പേര് കൽപ്പന ചാവ്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ കൽപ്പന ചൗളയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി കൂട്ടുകാർ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക. आसमान के लिए विज्ञान के क्षेत्र में भारतीय नारियों ने महान उपलब्धियां हासिल की है. अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. देखो, विज्ञान के क्षेत्र में, विज्ञान साइंस, विज्ञान के क्षेत्र में, क्षेत्र മേഖല, भारतीय नारियों ने महान उपलब्धियां हासिल की है. भारतीय नारी, ഇന്ത്യൻ സ്ത്രീകൾ മഹാൻ ഉപലബ്ധിയാം ഹാസിൽ കി ഹെ, മഹത്തരമായ നേട്ടങ്ങൾ, ഉപലബ്ധിയാം നേട്ടങ്ങൾ, ഹാസിൽ കി ഹെ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻസിൻ്റെ മേഖലയിൽ ഇന്ത്യൻ വനിതകൾ മഹത്തരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. अंतरिक्ष क्षेत्र के सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. अंतरिक्ष क्षेत्र में, स्पेस മേഖലയിൽ, സ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശം, അന്തരീക്ഷം, सफलतापूर्वक विजयकरമായി प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. അപ്പോൾ ഇന്ത്യയുടെ പേരിൽ സ്പേസിൽ, അന്തരീക്ഷത്തിൽ യാത്ര നടത്തി ഇന്ത്യയുടെ പേരിനെ അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച
നാരിയാണ്, സ്ത്രീയാണ് കൽപ്പന ചൗള. അവിടെ ഒരു പ്രയോഗം വന്നു, അത് ശ്രദ്ധിക്കാം നമുക്ക്. चार चांद लगाने वाली नारी, चार चांद लगाना, चार चांद लगाना, चांद शब्द का अर्थ है चंद्रन. चार चांद लगाना, 4 ചന്ദ്രനെ പോലെ തിളങ്ങുക എന്ന് വെച്ചാൽ എന്താണ്? അത്രയ്ക്കും പ്രശസ്തിയിൽ എത്തിക്കുക. എന്തിനെയാണ് പ്രശസ്തിയിൽ എത്തിച്ചത്? ഇന്ത്യയുടെ പേരിനെ. ആരാണ് പ്രശസ്തിയിൽ എത്തിച്ചത്? കൽപ്പന ചൗള. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. विज्ञान के क्षेत्र में भारतीय नारियों ने महान उपलब्धियां हासिल की है. സയൻസിൻ്റെ മേഖലയിൽ ഇന്ത്യൻ വനിതകൾ മഹത്തരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. അന്തരീക്ഷ മേഖലയിൽ ഇന്ത്യയുടെ പേരിനെ വിജയകരമായി കൊടുമുടിയിൽ എത്തിച്ച വനിതകളിൽ ഒരാളായിരുന്നു കൽപ്പന ചൗള. അടുത്ത പാരഗ്രാഫ്. कल्पना चावला का जन्म हरियाणा के करनाल जिले में हुआ. कल्पना चावला का जन्म हरियाणा के करनाल जिले में हुआ. कल्पന ചൗള ജനിച്ചത് ഹരിയാനയിലുള്ള കർണാൽ ജില്ലയിലാണ്. बाल्यकाल से ही परिश्रमी और प्रतिभाशाली थी. बाल्यकाल से ही, बाल्यकालം മുതൽക്കേ പരിശ്രമി और प्रतिभाशाली കഴിവുള്ള. कल्पना चावला की कल्पनाओं में आकाश और आकाश के पार का संसार रहता था. കുട്ടിക്കാലം മുതൽക്കേ തന്നെ കൽപ്പന ചൗള കഴിവുള്ളവരും അതേപോലെ തന്നെയാണ് പ്രതിഭാസമ്പന്നയുമായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ കൽപ്പനയുടെ ആഗ്രഹങ്ങൾ ആകാശവും ആകാശത്തിൻ്റെ അപ്പുറമുള്ള ലോകത്തെക്കുറിച്ചും ഉള്ളതായിരുന്നു. ഉൻകി കൽപ്പനാവോനെ ഹി ഉനെ അന്തരീക്ഷ യാത്ര കരായി. അവരുടെ ആ കൽപ്പനകളാണ് ആ മോഹമാണ് അവരെ അന്തരീക്ഷ യാത്ര ചെയ്യിപ്പിച്ചത്. उनके पिता बनारसी लाल चावला की इच्छा थी कि पुत्री अध्यापिका या डॉक्टर बने. उनके पिता, അവരുടെ പിതാവിൻ്റെ പേരാണ് ബനാറസി ലാൽ ചാവല. की इच्छा थी, ഇച്ഛ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു. കി പുത്രി അധ്യാപികയ ഡോക്ടർ ബനെ. അപ്പം തൻ്റെ പുത്രിയെ ഒരു അധ്യാപികയോ ഡോക്ടറോ ആക്കണമെന്നായിരുന്നു ബനാറസി ലാൽ ചാവളയുടെ ആഗ്രഹം. परंतु कल्पना के मन में अंतरिक्ष जगत के रहस्यों को खोलने का सपना था. എന്നാൽ നമ്മുടെ പരന്തു എന്നാൽ കൽപ്പന കെ മന്മയും കൽപ്പനയുടെ മനസ്സിൽ അന്തരീക്ഷ ലോകം ജഗത്ത് കെ രഹസ്യങ്ങൾ ഖോൽന, ആ രഹസ്യങ്ങളൊക്കെ തുറന്ന് കാണിക്കുക. ഉൻക സപ്പനാഥ, അതായിരുന്നു അവരുടെ ആഗ്രഹം. इसलिए उन्होंने पंजाब इंजीनियरिंग कॉलेज ചണ്ഡീഗഡ് മേം പ്രവേശ് ലിയാത. അങ്ങനെ അതിനു വേണ്ടി അവരെന്ത് ചെയ്തു? ഉन्होंने പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, പഞ്ചാബിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ചണ്ഡീഗഡാണ്. അവിടെ അവർ അഡ്മിഷൻ എടുത്തു. പ്രവേശ് അഡ്മിഷൻ. ഉൻക പ്രിയ വിഷയ അന്തരീക്ഷ വിജ്ഞാൻ. അവരുടെ ഇഷ്ടപ്പെട്ട വിഷയം അന്തരീക്ഷ സയൻസ് ആയിരുന്നു, അതായത് സ്പേസ് സയൻസ് ആയിരുന്നു. ഒന്നും കൂടി ആ പാരഗ്രാഫ് നോക്കാം. കൽപ്പന ചൗള का जन्म हरियाणा के करनाल जिले में हुआ. കൽപ്പന ചൗള ജനിച്ചത് ഹരിയാനയിലെ കർണാൽ ജില്ലയിലായിരുന്നു. വേ ബാല്യകാൽ സേ ഹി പരിശ്രമി और പ്രതിഭാശാലി थी. അവർ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പരിശ്രമിയും അതുപോലെ പ്രതിഭ ഉള്ളവരുമായിരുന്നു. कल्पना चावला की कल्पनाओं में आकाश और आकाश के पार का संसार रहता था. അപ്പം കൽപ്പന ചൗളയുടെ കൽപ്പനകൾ, ആഗ്രഹങ്ങൾ അന്തരീക്ഷവും അന്തരീക്ഷ ലോകവുമായിരുന്നു. ആകാശവും അന്തരീക്ഷ ലോകവുമായിരുന്നു. അതായിരുന്നു അവരുടെ ലോകം. ഉൻകി കൽപ്പനാവോനെ ഹി ഉനെ അന്തരീക്ഷ യാത്ര കരായി. അവരുടെ ആ കൽപ്പന, ആ ആഗ്രഹമാണ് അവരെ അന്തരീക്ഷ യാത്ര, അതായത് സ്പേസ് യാത്ര, ആകാശയാത്ര ചെയ്യിപ്പിച്ചത്. ഉൻകെ പിതാ ബനാറസി ലാൽ ചൗള की इच्छा थी कि पुत्री അധ്യാപികയായ ഡോക്ടർ ബനെ. അവരുടെ അച്ഛൻ ബനാറസി ലാൽ ചൗളയുടെ ആഗ്രഹം പുത്രിയെ ഒരു അധ്യാപികയോ ഡോക്ടറോ ആക്കണമെന്നായിരുന്നു.
परंतु कल्पना के मन में अंतरिक्ष जगत के रहस्यों को खोलने का सपना था. എന്നാൽ കൽപ്പന ചൗളയുടെ മനസ്സിൽ അന്തരീക്ഷ യാത്രയും അന്തരീക്ഷ ലോകത്തിലുള്ള രഹസ്യങ്ങൾ ഒക്കെ തുറന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം. इसलिए उन्होंने पंजाब इंजीनियरिंग कॉलेज चंडीगढ़ में प्रवेश लिया था. അത് കാരണം അവർ उन्होंने പഞ്ചാബിലുള്ള इंजीनियरिंग कॉलेज ചണ്ഡീഗഡിൽ അഡ്മിഷൻ എടുത്തു. उनका प्रिय विषय अंतरिक्ष विज्ञान था. അവരുടെ പ്രിയപ്പെട്ട വിഷയം അന്തരീക്ഷ സയൻസ് ആയിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. उन दिनों वैमानिकी और अंतरिक्ष विज्ञान जैसे विषयों में युवतियों की रुचि कम होती थी. उन दिनों ആ ദിവസങ്ങളിൽ, അതായത് അവർ അന്തരീക്ഷ സയൻസ് പഠിക്കാൻ പോയ ആ സമയത്ത് കുറേ വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഇവിടെ ഈ ജീവനിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉൻ ദിനവും വൈമാനികി, ആ ദിവസങ്ങളിൽ വൈമാനികി അതായത് അന്തരീക്ഷ യാത്രയും ഓർ അന്തരീക്ഷ വിജ്ഞാൻ അതേപോലെ സ്പേസ് സയൻസ് ജൈസെ വിഷയവുമേയും ഇങ്ങനത്തെ വിഷയങ്ങളിൽ യുവതികളുടെ രുചി താല്പര്യം ഇൻട്രസ്റ്റ് കം ഹോത്തി थी. ആ കാലഘട്ടത്തിൽ അന്തരീക്ഷ യാത്രയും അന്തരീക്ഷ സയൻസും ഒക്കെ പഠിക്കുന്ന താല്പര്യമുള്ള യുവതികൾ വളരെ കുറവായിരുന്നു. अपनी दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अध्ययन करने पर अडिग रही. അപ്പം നമ്മൾ अपनी दृढ़ इच्छा തൻ്റെ ദൃഢമായ ആഗ്രഹവും और സങ്കല്പ അവരുടെ ആ സങ്കല്പങ്ങൾ മോഹങ്ങളും के कारण ആ കാരണത്താലാണ് കൽപ്പന इस क्षेत्र में കൽപ്പന ഈ മേഖലയിൽ അതായത് സ്പേസ് സയൻസ് മേഖലയിൽ അധ്യയൻ കർണേ പർ അടിക്ക് രഹി ഉറച്ചു നിന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അന്തരീക്ഷ യാത്ര നടത്തുന്ന അന്തരീക്ഷ സയൻസ് പഠിക്കുന്നതുമായ യുവതികൾക്ക് ആഗ്രഹം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരാളായിരുന്നു നമ്മുടെ കൽപ്പന ചൗള. അപ്പം കൽപ്പന ചൗളയുടെ മനസ്സിൽ അന്തരീക്ഷ സയൻസ് പഠിക്കാനും അന്തരീക്ഷ യാത്ര നടത്തണം എന്നുള്ള ആഗ്രഹം ഉറച്ചു നിന്നിരുന്നു. उन्होंने BE की उपाधि प्राप्त की. उपाधि डिग्रिയാണ് उपाधि. उन्होंने BE की उपाधि प्राप्त की और उच्च शिक्षा के लिए अमेरिക്ക गए. അപ്പം BE ഡിഗ്രി നേടിയതിനു ശേഷം അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഉച്ചശിക്ഷ ഉന്നത വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ അതിനു വേണ്ടി അമേരിക്കയിൽ പോയി. ടെക്സാസ് വിശ്വവിദ്യാലയ से इंजीनियरिंग में स्नातकोत्तर ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ എഞ്ചിനീയറിങ്ങിൽ സ്നാതകോത്തർ PG MA പാസ്സായി. തഥാ കൊറലാഡോ വിശ്വവിദ്യാലയ से PhD കൊറലാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടി. की उपाधि प्राप्त की. अमेरिका के सर्वोच्च अंतरिक्ष अनुसंधान केंद्र അമേരിക്ക സർവോच्च ഏറ്റവും ഉയർന്ന അന്തരീക്ഷ അനുസന്ധാൻ അതായത് സ്പേസ് റിസർച്ച് സെൻറ്റർ, കേന്ദ്രം എന്ന് പറഞ്ഞ സെൻറ്ററാണ്, അനുസന്ധാൻ റിസർച്ച് ഗവേഷണം, നാസമേയും सन 1988 में वैज्ञानिक के रूप में कार्य करने लगे. അപ്പം PhD എടുത്തു. അതിനുശേഷം അവർ നാസയിൽ 1988 ഒരു സയൻറ്റിസ്റ്റായിട്ട് വൈജ്ഞാനിക സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ കെ രൂപമേയും കാര്യകർണയിലേക്ക്. ഒന്നും കൂടെ അത് നോക്കാം. उन दिनों वैमानिकी और अंतरिक्ष विज्ञान जैसे विषयों में युवतियों की रुचि कम होती थी. ആ ദിവസങ്ങളിൽ അന്തരീക്ഷ യാത്രയും അതേപോലെ അന്തരീക്ഷ സയൻസും ഈ വിഷയങ്ങൾ യുവതികളിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. अपनी दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अध्ययन करने पर अडिग रही. തൻ്റെ ദൃഢമായ ആഗ്രഹവും അവരുടെ മോഹങ്ങളും ഉറച്ചതായിരുന്നു. അതുകൊണ്ട് അവർ ഈ വിഷയം പഠിക്കാൻ തീരുമാനിച്ചു. ഉനോനെ BE की उपाधि प्राप्त की. അവർ BE എന്ന ഡിഗ്രി നേടി. और उच्च शिक्षा के लिए പിന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിൽ പോയി.
ടെക്സാസ് विश्वविद्यालय से इंजीनियरिंग में स्नातकोत्तर ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ പി ജി നേടി തഥാ കൊറലാഡോ വിശ്വവിദ്യാലയ से PhD അതിനുശേഷം കൊറലാഡോ വിശ്വവിദ്യാലയത്തിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ഡിഗ്രിയും നേടി अमेरिका के सर्वोच्च अंतरिक्ष अनुसंधान केंद्र അമേരിക്കയിലുള്ള ഉന്നത ഗവേഷണ കേന്ദ്രമായ നാസയിൽ सन 1988 में वैज्ञानिक के रूप में कार्य करने लगे നാസയിൽ അവർ 1988 ഒരു സയൻറ്റിസ്റ്റായിട്ട് ജോലി തുടങ്ങി കൽപ്പന ചൗള കാ സപന ഇനി പറയുന്നത് ശ്രദ്ധിക്കുക കൽപ്പന ചൗള കാ സപന 1996 में സാക്കാർ ഹോ ഗയ അപ്പം നമ്മുടെ കൽപ്പന ചൗളയുടെ ആഗ്രഹം സ്വപ്നം 1994 സഫലമായി ജബ് ഉനേം അന്തരീക്ഷ യാത്രിക്ക് രൂപമേയും ചുൻ ലിയാത അപ്പം 1994 നമ്മുടെ കൽപ്പന ചൗളയുടെ ആഗ്രഹം സഫലീകരമായി അവർ അന്തരീക്ഷ യാത്ര നടത്തുന്നതിന് സെലക്ട് ചെയ്യപ്പെട്ടു യാത്രിക്ക് രൂപമേ ചുൻലിയ തിരഞ്ഞെടുക്കുക സെലക്ട് ചെയ്യുക 19 नवंबर 1997 को उन्होंने अंतरिक्ष यात्रा की 19 നവംബർ 1997 അവർ അന്തരീക്ഷ യാത്ര നടത്തി അപ്പം 19 നവംബർ 1997 അവർ അന്തരീക്ഷ യാത്ര ചെയ്തു इस प्रकार वे भारत की पहली महिला अंतरिक्ष यात्री बनी അങ്ങനെ അവർ ഇന്ത്യയിലെ ആദ്യത്തെ മഹിള എന്ന് പറഞ്ഞ സ്ത്രീ അന്തരീക്ഷ യാത്രി ആയിട്ട് മാറി കൽപ്പന की दूसरी अंतरिक्ष उड़ान ഇനി നമ്മുടെ കൽപ്പന ചൗളയുടെ രണ്ടാമത്തെ അന്തരീക്ഷ പറക്കൽ 16 जनवरी 2003 को शुरू हुई അവരുടെ രണ്ടാമത്തെ അന്തരീക്ഷ യാത്ര जनवरी 16 2003 शुरू हुई आरंभ वे कोलंबिया मिशन अभियान की यात्रा में मिशन विशेषज्ञ रही അപ്പം कोलंबिया मिशन अभियान यात्रा के मिशन विशेषज्ञ रही അപ്പം കൊളംബിയ മിഷനിൽ അവർ ആ മിഷനിൽ വിശേഷജ്ഞ അതായത് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കൊളംബിയ की उड़ान पर जाने के पूर्व कल्पना ने किसी पत्रिका के संवाददाता से कहा था അപ്പം കൊളംബിയ की उड़ान पर കൊളംബിയക്കുള്ള പറക്കലിന് മുമ്പ് पर जाने से पूर्व मुंब कल्पना चावला किसी പത്രത്തിൻ്റെ സംവാദദാത എഡിറ്റോറിയൽ സംവാദദാത സേ കഹാദ പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ അവരിങ്ങനെ പറഞ്ഞിരുന്നു പരിസ്ഥിതിയാം കൈസി ഭി ഹോ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ മെഹനത്ത് മെഹനത്ത് പരിശ്രമിക്കുകയാണെങ്കിൽ മെഹനത്ത് കർത്തെ രഹിനേസെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സപ്പനെ സാക്കാർ ഹോനേമയും സഹായക അവശ്യം മിൽത്തി ഹെ അപ്പം പരിതസ്ഥിതികൾ എത്ര തന്നെ മോശമായിരുന്നാലും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു ദിവസം വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള സന്ദേശം അവർ കൊളംബിയ പറക്കലിന് മുമ്പ് കൊളംബിയ മിഷൻ പറക്കലിന് മുമ്പ് ഒരു പത്രത്തിൽ ഇൻ്റർവ്യൂ സമയത്ത് നൽകിയ സന്ദേശമാണ് ഒന്നും കൂടെ നോക്കുക കൽപ്പന ചൗള കാ സപ്പന 1996 में साकार हो गया അപ്പം നമ്മുടെ കൽപ്പന ചൗളയുടെ സ്വപ്നം 1994 സഫലമായി ജബ് ഉനേം അന്തരീക്ഷ യാത്രിക്ക് രൂപമേ ചുൻ ലിയാത അന്ന് അവരെ ഒരു അന്തരീക്ഷ യാത്രയായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു 19 नवंबर 1997 को उन्होंने अंतरिक्ष यात्रा की 19 नवंबर 1997 അവർ
എന്ത് ചെയ്തു? അന്തരീക്ഷ യാത്ര നടത്തി. ഇസ് പ്രകാർ വേ ഭാരത് കി പഹലി മഹിള അന്തരീക്ഷ യാത്രി ബനി. അങ്ങനെ അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്പേസ് യാത്രിയായിട്ട് മാറി, അന്തരീക്ഷ യാത്ര ചെയ്ത വ്യക്തിയായിട്ട് മാറി. കൽപ്പനയ്ക്ക് ദൂസരി അന്തരീക്ഷ ഉഡാൻ. ഇനി കൽപ്പനയുടെ രണ്ടാമത്തെ പറക്കൽ 16 ജാനുവരി. ഇപ്പൊ കൽപ്പനയുടെ രണ്ടാമത്തെ പറക്കൽ 16 ജാനുവരി 2003 ആരംഭിച്ചു. വേ കൊളംബിയ മിഷൻ അഭിയാൻ की यात्रा में മിഷൻ വിശേഷഗിരി രഹി. അപ്പം കൊളംബിയ മിഷനിൽ അവർ സയൻറ്റിസ്റ്റ് സ്പെഷ്യലിസ്റ്റായിട്ട് അതിൽ പ്രവർത്തിച്ചു. കൊളംബിയക്ക് उड़ान के जाने से पूर्व कल्पना ने किसी पत्रिका के संवाददाता से कहा था. അപ്പം കൊളംബിയ മിഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൽപ്പന ചൗള ഒരു പത്രത്തിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ കാര്യമാണ് ഇനി പറയുന്നത്. പരിസ്ഥിതിയാം കൈസി ഭി ഹോ. അപ്പം സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മെഹനത്ത് കർത്തേ രഹ്നേസെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സപ്പനെ സാക്കാർ ഹോനെമേയും സഹായക അവശ്യം മിൽത്തി ഹെ. പരിസ്ഥിതികൾ എത്ര തന്നെ മോശമായിരുന്നാലും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിജയത്തിൽ എത്തിച്ചേരാൻ അത് സഹായകമാകും എന്ന ഒരു സന്ദേശം അവർ കൊളംബിയ മിഷൻ പറക്കലിന് മുമ്പ് ഒരു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് കൽപ്പന ചൗള ഇന്ത്യയിലെ ആദ്യത്തെ അന്തരീക്ഷ യാത്രി, അതായത് വനിതാ അന്തരീക്ഷ യാത്രിയായ കൽപ്പന ചൗളയുടെ ജീവനിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ജീവനി എന്താണെന്നും ആത്മകഥ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ പാഠത്തിൽ ഇനി ബയോഡേറ്റ തയ്യാറാക്കാൻ ചോദിക്കും. അപ്പോൾ ആത്മകഥ മനസ്സിലാക്കിയിട്ട് വ്യക്തിയുടെ കൽപ്പന ചൗളയുടെ ആത്മകഥ തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ഒരു പക്ഷെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജീവനിയുടെ അല്ലെങ്കിൽ ആത്മകഥയുടെ ചെറിയൊരു അംശം തരും. ആ അംശത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ബയോഡേറ്റ തയ്യാറാക്കണം. അപ്പം ബയോഡേറ്റ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.